ഹായ് എവ്രി വൺ. കുറേ നാളായി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. ഈ വീഡിയോ ഇടാനുള്ള മെയിൻ റീസൺ ഇന്നലെ ലോക മൂവി പോയി കണ്ടതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ഏതായാലും ഒരു കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റേതായിട്ടുള്ള ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സിനിമൻ്റെ ഒരു പേര് പോലെ തന്നെ ലോക ലോക എന്ന പോലെ തന്നെ ഇത് ലോകം മുഴുവനും ഇത് ഒരു ബ്ലോക്ക് ബസ്റ്ററായിട്ട് മാറുന്ന യാതൊരു സംശയവും ഇല്ല. ഇതിനകം നിങ്ങൾ കുറേ റിവ്യൂസ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതൊരു സത്യത്തിലൊരു ഓണം ട്രീറ്റ് തന്നെയാണ്, ഒരു സംശയവും ഇല്ല. ഞാൻ സത്യത്തിൽ ഒരു പ്രതീക്ഷയില്ലാതാണ് ഈ മൂവി കാണാൻ പോയത്. ഒരു റിവ്യൂസും കണ്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഒരു എക്സ്പെക്റ്റേഷൻ ഞാൻ ഈ മൂവിൻ്റെ മുകളിൽ കൊടുത്തിട്ടില്ല. എന്തായാലും ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ പ്രതീക്ഷിച്ചതിലും അതിഗംഭീരമാണ്, ഒരു സംശയമില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഗ്രാഫ്, ഒരു സ്കെയില്, എൻ്റെ അമ്മേ എന്താ പറയുക. അപ്പോൾ ഈ മൂവീൻ്റെ ഒരു ബ്രീഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു സൂപ്പർ നാച്ചുറൽ പവർ അത് വരുന്നതാണ്. അപ്പോൾ അത് കാണിക്കുമ്പം ഒരു ഫ്ലാഷ് ബാക്കൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഒരു ഇൻട്രോയിൽ കഴിയുമ്പോഴത്തേക്കും അതൊരു വേറെ ലെവലിലേക്കാണ് എത്തുന്നത്. റിയലി ഔട്ട്സ്റ്റാൻഡിങ്. പിന്നെ ഇതിൽ വരുന്ന ചൈൽഡ് ആർട്ടിസ്റ്റ് അവരൊക്കെ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു സംശയമില്ല. പക്ഷെ എനിക്ക് ഇതിൽ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, പിന്നെ നമ്മൾ ഈ കുട്ടികളായിട്ട് പോയിട്ട് ഇത് കാണുമ്പം കാരണം ഒരുപാട് വയലൻസ് കാണിക്കുന്ന ഒരു സീൻസൊക്കെ ഉണ്ട്. കുറേ ബ്ലഡ് അവിടെ ഇവിടെയും കുത്തിയിട്ടൊക്കെ ഉള്ള. അപ്പം അത് കാണുമ്പോൾ ചിലപ്പം അത് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയണില്ല. പക്ഷെ അത് ശ്രദ്ധിക്കാം. ശരിക്കും ഈ ഓണത്തിന് ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയൊരു മൂവിയാണ്. എങ്കിലും കൂടിയിട്ട് കുട്ടികളായിട്ട് പോകുമ്പം അതെനിക്ക് അത്ര അങ്ങോട്ട് എൻകറേജ് ചെയ്യണോ വേണ്ടെന്ന് അറിയണില്ല. ബട്ട് ഇറ്റ്സ് എ വെരി നൈസ് മൂവി. അങ്ങനെ വലിയ വലിയ 300 കോടി 1000 കോടിയൊക്കെ ഇട്ടിട്ട് വലിയ വലിയ മൂവീസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് വളരെ ഡിസപ്പോയിൻറ്റിങ് തന്ന കണ്ടമാനം സിനിമാസ് ഉണ്ട്. പക്ഷേ ഇതൊരു ലോ ബഡ്ജറ്റിൽ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്നത് സത്യത്തിൽ നമ്മളെ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ആദ്യം തന്നെ ദുൽഖർ സൽമാനിന് ഒരു ഹാറ്റ്സ് ഓഫ്. ബിക്കോസ് പുള്ളി കൊടുത്ത ഒരു കോൺഫിഡൻസ് ആ ടീമിന്, പുള്ളിയുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഈ മൂവി ഇത്രയും ബ്യൂട്ടിഫുൾ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയുന്നില്ല. എങ്കിലും നന്നായിട്ടുണ്ടാവും. പക്ഷേ ദുൽഖർ സൽമാനിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൂടി ഉണ്ടായതോടെ ഇതൊരു ആബ്സല്യൂട്ട്ലി ഒരു ടോപ്പ് നോച്ച് മൂവിയായി. അപ്പോൾ ഡയറക്ടർ ഡൊമിനിക് അറൂൺ, പിന്നെ മ്യൂസിക് ജേക്സ് ബിജോയ്, പിന്നെ സിനിമാറ്റോഗ്രാഫി നിമിഷ് രവി, ആർട്ട് ഡയറക്ഷൻ, പിന്നെന്താണ് കോസ്റ്റ്യൂം, ഇത് മൊത്തത്തിൽ ഇവരുടെയൊക്കെ ഒരു കെമിസ്ട്രി ഉള്ളതുകൊണ്ടാണ് ഈ മൂവി ഇത്രയും ബ്യൂട്ടിഫുൾ വിഷ്വലായിട്ട് മാറിയത്. ഓഡിയൻസിനെ ശരിക്കും മനസ്സിലാക്കി അവരുടെ ചോയ്സ് മനസ്സിലാക്കി എടുത്തൊരു കിടിലം മൂവി തന്നെയാണ്. പിന്നെ ഇത്രയും പറഞ്ഞു വന്നപ്പം എടുത്തു പറയാനുള്ളത്, ഈ മൂവിനെ ബ്യൂട്ടിഫുൾ ആക്കിയത് കല്യാണി പ്രിയദർശൻ തന്നെയാണ്, ഒരു സംശയവുമില്ല. എന്ത് രസമാണ് കല്യാണീനെ ഇതിൽ കാണാൻ. അത് മെയിൻലി ചില ഷോട്ട്, ആ കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ടല്ലോ, അമേസിങ്, ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. ആ വൈറ്റ് ഡ്രസ്സിലൊക്കെ വരുന്ന ഒരു സീനുണ്ട്. അതിൽ നമ്മൾ ഒരു പഴയ പാട്ട് അതിൽ യൂസ് ചെയ്യേണ്ട ഒന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എനിവേ അതൊക്കെ എന്ത് ഗംഭീരമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും അത് ആ ഒരു വിഷ്വൽ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ. നന്നായിട്ടുണ്ട്, ഒരു സംശയവും ഇല്ല. പിന്നെ ഇത്രയും സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം അതിൽ വരുന്ന കോമഡി, എൻ്റെ അമ്മീ നെസ്ലിൻ്റെ കോമഡി, പിന്നെ നമ്മളുടെ സലീം കുമാറിൻ്റെ മോന് എന്തായിരുന്നു പേര് മറന്നു, പിന്നെ വേറെ ഒരു ആർട്ടിസ്റ്റും കൂടി ഉണ്ട്. അവർ 3 ആളും ഇത് തകർത്ത്, ശരിക്കും നല്ല അടിപൊളി കോമഡിയാണ്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള VFX, പിന്നെ ആ തീമുണ്ടല്ലോ, ആ ബാംഗ്ലൂർ സ്ട്രീറ്റ്സിൽ ആ ലൈറ്റിങ് റിയലി ഔട്ട്സ്റ്റാൻഡിങ്. അത് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ഏതായാലും നമ്മൾ മലയാളം മൂവീസിൻ്റെ സ്കെയില് എത്രയോ പടി മുമ്പോട്ടാണ്. ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഇറ്റ്സ് റിയലി വി ഫീൽ വെരി പ്രൗഡ് അബൌട്ട് ഇറ്റ്.
അപ്പോൾ വലിയ മാർക്കറ്റിങ്ങും വലിയ പബ്ലിസിറ്റിയും ഇല്ലാതെ തിയേറ്ററിൽ വന്ന ഒരു മൂവിയാണ്. അത് ഇത്രയും അതിഗംഭീരമായിട്ട് വലിയൊരു വിഷ്വൽ ട്രീറ്റാണ് ഈ ഓണത്തിന് എത്തിച്ചിട്ടുള്ളത്. പിന്നെ ഒരാളെ കുറിച്ച് പറയാൻ മറന്നുപോയി, സാൻഡി മാസ്റ്റർ. പുള്ളിയുടെ ആ വില്ലൻ റോളൊക്കെ ഇതിൽ തകർത്തിട്ടുണ്ട്. തമിഴാ സംസാരിക്കുന്ന എങ്കിലും കൂടിയിട്ട് ആ മലയാളം മിക്സ് ചെയ്ത് സംസാരിക്കുമ്പോഴും വില്ലൻ അപ്പിയറൻസൊക്കെ കിടിലനായിട്ടുണ്ട്. ക്യാമിയോ ഇതിൽ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ക്യാമിയോ വരുന്നുണ്ട്. അത് നിങ്ങൾ പോയി കാണുക. അത് വളരെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മറക്കാത്തൊരു കാര്യം പറയാനുള്ളത്, പേരിട്ടതിൻ്റെ ശേഷം എണീറ്റ് പോയരുത്. ലാസ്റ്റ് പേര് ഇട്ടിട്ടാണ് സംഗതി വേറെ വരുന്നത്. അപ്പോൾ അതെന്തായാലും ഇരുന്ന് കാണുക. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഫൈറ്റ് സീൻസ് ഞാൻ പറയാൻ മറന്നുപോയി. ഫൈറ്റ് സീൻസ് ഗംഭീര തന്നെയാണ്. ഇത് ശരിക്കും ഒരു സൂപ്പർ ഹീറോ മൂവിയാണ്, സൂപ്പർ ഹീറോയിൻ മൂവി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കല്യാണിക്ക് ഈ ക്യാരക്ടർ കൊടുത്തതിൽ യാതൊരു ഡിസപ്പോയിൻമെൻറ്റ്സും ഇല്ല. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് കല്യാണി ഇത് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ലോ ബഡ്ജറ്റിൽ ഇത്രയും നല്ല മൂവി. സാധാരണ ഈ നമ്മൾ മറ്റേ ഇൻഡസ്ട്രിയിലൊക്കെ കാണലുണ്ടല്ലോ, വലിയ പൈസ ഇട്ടിട്ട് വലിയ ഹ്യൂജ് എമൗണ്ട് ഇട്ടിട്ട് ഹീറോയിൻസിനാണ് അവിടെ കംപ്ലീറ്റ്ലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ അതല്ലല്ലോ, ഇവിടെ ആ കഥക്കാണ് ഇമ്പോർട്ടൻസ്. നമ്മളുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ആ കഥക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഈ മൂവി എടുത്തിട്ടുള്ളത്. അപ്പോൾ കുഞ്ചുവിന് എന്താ പറയാനുള്ളത്, ഓൾക്കൊക്കെ പറ്റിയെങ്കിൽ ഞാൻ കൊണ്ടുപോയേനെ സിനിമക്ക്. ഓക്കെൻ്റെ കൂടെ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ലോക 1 ചന്ദ്ര കല്യാണി, ലോക 2 ചാത്തൻ ടൊവിനോ, ലോക 3 യമൻ ദുൽഖർ സൽമാൻ, ലോക 4 മാടൻ നമ്മുടെ മമ്മൂട്ടി, ആൻഡ് ലോക 5 യുദ്ധം, എൻഡ് ഓഫ് ദി ഗെയിം. അല്ല കുഞ്ചു, ശരിയല്ലേ? ആണ്. അപ്പോൾ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് എവ്രി വൺ. നിങ്ങളിത് പോയിട്ട് തിയേറ്ററിൽ വാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് ഇതിൻ്റെ താഴെ പറയാം. പിന്നെ എൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് പറയാനറിയില്ല. ഞാനൊരു കാഷ്വലി വന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ആൻഡ് വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് മീ. ആൻഡ് ഇത് ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മളുടെ ഒരു ചെറിയ ചാനലാണ്, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടുക. അപ്പം എനിവേ, ഐ വിൽ കം ബാക്ക് വിത്ത് ലോങ് വീഡിയോസ് അഗൈൻ. ഹാവ് എ നൈസ് വീക്കെൻഡ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ cheerful. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഇത് റെക്കോർഡിങ് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ഞാൻ വീണ്ടും ഓർമ്മിപ്പിച്ച് തരികയാണ്. ഈ മൂവി കണ്ട് ലാസ്റ്റ് എൻഡിൽ പേരിടുമല്ലോ, അപ്പം പേരിട്ട് കഴിഞ്ഞ് ഉടനെ തന്നെ എണീറ്റ് പോയരുത്. അത് മുഴുവനും കഴിഞ്ഞോട്ടെ. എന്നിട്ട് ലാസ്റ്റിലാണ് അതിൻ്റെ ഒരു ട്വിസ്റ്റ്. 1-2 സീന് വരുന്നുണ്ട്. അത് നിർബന്ധമായിട്ട് കാണുക. അതാണ് ഈ മൂവിൻ്റെ ട്വിസ്റ്റ് തന്നെ.